പുറത്താക്കുക എന്നുള്ളത് അവരുടെ ഒരു ബാലിശമായിട്ടുള്ള, ഞാൻ ഇപ്പോഴും പറഞ്ഞല്ലോ, DCC പ്രസിഡന്റും അല്ലെങ്കിൽ നേതൃത്വവും കുറച്ചും കൂടി പക്വത കാണിച്ചുകൊണ്ട് വേണം. ഇന്ന് പകലുണ്ടല്ലോ, പകൽ വെളിച്ചത്തിൽ നന്നായിട്ടൊരു പത്രസമ്മേളനം വിളിച്ച് അവർക്ക് പറയാമായിരുന്നില്ലേ, ഇന്ന കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾ ലാലിയെ സസ്പെൻഡ് ചെയ്തു എന്ന്. അത് അറിയിച്ചിട്ടല്ലേ ചെയ്യുക. രാത്രി തന്നെ ഒരെണ്ണം ടൈപ്പ് ചെയ്ത് അങ്ങനെ അയക്കുന്നത് ഒരു മോശപ്പെട്ട കാര്യമല്ലേ. അതിനെയും ഞാൻ അംഗീകരിക്കുന്നു. സാരമില്ല, അവർക്ക് അങ്ങനെ തോന്നി, അവരത് ചെയ്തോട്ടെ. ഇല്ല, KPCC ICC ഒക്കെ അവരുടെ കൂടെയാന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ എന്തിനാണ് മറ്റുള്ളവരെ സമീപിക്കേണ്ട കാര്യം? അങ്ങനെയല്ലേ നമ്മൾ മീഡിയയിൽ കണ്ടത്. എങ്ങനെ, അതായത് ICCയും KPCCയും നിജിക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ പരാതി പിന്നെ ആർക്കാണുള്ളത്? അപ്പോൾ ഞാൻ അത്തരത്തിലൊന്നും പോകുന്നില്ല. എൻ്റെ വികാരങ്ങളും എൻ്റെ വേദനകളും ജനങ്ങളുമായിട്ട് ഞാൻ പങ്കുവച്ചു. അത് ഇനി പറയണ കാര്യങ്ങളൊക്കെ കൂടുതൽ എന്നോട് ചേർന്ന് നിൽക്കുന്ന ആളുകളുമായി സംസാരിച്ച് ചേർന്ന്, ഞാൻ ഓരോ പാർട്ടി പ്രവർത്തകനെയും ബഹുമാനിക്കുന്ന ആളുകളാണ്. ഇന്നലെ ഇവിടെ വലിയ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കാൻ ഒരുപാട് ജനങ്ങൾ ഓടി വന്നു. ഞാൻ പറഞ്ഞു, എന്തിനെ? അതിൻ്റെ ആവശ്യമില്ല. എൻ്റെ പ്രതിഷേധവും എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാനാണ് തടഞ്ഞത്. അത് കേവലം 1-2 പേരല്ല. ഈ അയ്യന്തോൾ മേഖലയിൽ നിന്നുള്ള ധാരാളം ചെറുപ്പക്കാരും ആളുകളും സ്ത്രീകളും അടക്കമാണ് ആ പ്രതിഷേധ മാർച്ച് കോർപ്പറേഷൻ്റെ സത്യപ്രതിജ്ഞ നടക്കുന്ന സ്ഥലത്തേക്ക് വെക്കാൻ തീരുമാനിച്ചത്. ഞാനാ പറഞ്ഞത്, അത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത്. ഞാൻ പ്രതികരിക്കാനുള്ളത് ഞാൻ പ്രതികരിച്ചു. അതിൽ സത്യസന്ധമാണ് എന്നുണ്ടെങ്കിൽ അവർ ചെയ്തത് തെറ്റ് തന്നെയാണ്, വലിയ തെറ്റാണ്, വലിയ വീഴ്ചയാണ്. അപ്പോൾ പാർട്ടി ഫണ്ട് എന്നോട് ചോദിച്ച നിലയ്ക്ക് ചിലപ്പോൾ അവരോട് ചോദിച്ചു കാണും, അവരത് കൊടുത്തു കാണും. എനിക്കത് കൊടുക്കാനില്ല എന്ന് ഞാൻ അറിയിച്ചിരുന്നു. ഞാൻ പാർട്ടിക്ക് വേണ്ടി അത്രമാത്രം കഷ്ടപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് അവസരമുണ്ടെങ്കിൽ തരണം എന്നുള്ളത് ചോദിച്ചു. അത് അധികാരമോഹമല്ല, മറിച്ച് എൻ്റെ ഒരു അവകാശമാണ്.